ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു റേഹാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എഗ് മലായ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. നമ്മുടെ ചപ്പാത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പൂരിയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള സവോള എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊക്കെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താം എരിവിനനുസരിച്ചിട്ട്. ഇതിൻ്റെ കൂടെ കുരുമുളക് പൊടിയും കൂടെ എരിവിന് ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, അതുപോലെ തന്നെ ഒരു 2 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ടെടുക്കണം. ഇപ്പം ഞാനിവിടെ ഇത് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ഉള്ളിയുടെ ആ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഞാൻ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ചെറിയ ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും മസാല ഇതിലേക്ക് മതിയാവും. ഈ കറിക്ക് വലുതായിട്ട് എരിവൊന്നും ഇല്ലാത്തൊരു കറിയാണ്. ഇനി നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകോ അല്ലെങ്കിൽ കുരുമുളകിൻ്റെ ഒക്കെ അളവ് കൂട്ടി കൊടുക്കാം. ഇനി ഇതും ഇതുപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളെ സാധാരണ പശുവിൻ പാലാണ്, അല്ലാതെ തേങ്ങാപ്പാലല്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ കുറച്ച് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ തന്നെ ഹാഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ കറി ഒന്ന് തിക്കായി വരുമ്പോഴേക്കും നമുക്ക് ഈ മുട്ടയുടെ പീസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം മുട്ടയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. അതുപോലെ തന്നെ ഇതൊന്ന് നന്നായിട്ട് തിക്കാക്കിയിട്ടെടുക്കണം. അതിൻ്റെ കൂടെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറിയൊക്കെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ എരിവും ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബാലൻസ് ആക്കിയിട്ടെടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അത് ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഈ സിമ്പിളായിട്ടുള്ള കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് വെക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.